വെച്ചു ചന്തയിൽ പോയി മീൻ വാങ്ങിയിട്ട് വാ. ഞാൻ പോവാച്ചാ, എന്റെ ബൈക്ക് എവിടെ? എങ്കിൽ ഞാനും വരാം, നീ ഇരിക്കുക അങ്ങോട്ട്. സൂക്ഷിച്ചു പോയി വാ മക്കളെ. ബിജു പിടിച്ചിരുന്നോ, ഞാൻ കത്തിച്ചിടാൻ പോവാ. ഓക്കെ, എങ്കിൽ നോക്കാലോ. ഇപ്പൊ വീണാരെ അതൊക്കെ പൊറൂബി. നല്ല മീൻ എവിടെയാന്ന് നോക്കട്ടെ. ഈ കാതർക്കാട് കടയിൽ കുറെ മീനുണ്ട്, അവിടെ നിർത്ത്. ആ, ഇവിടെ തന്നെ നിർത്താം. എന്താ മക്കളെ, മീൻ വല്ലതും വേണോ? ഓ, ഞങ്ങൾക്കൊന്നും വേണ്ട, ചീഞ്ഞ മീൻ. എന്നാ കാതർത്തെ കടയിലെ ചീഞ്ഞ മീൻ തന്നെ നിങ്ങൾ വാങ്ങിക്കോ. അല്ല, ഇതാരാണ്? വിച്ചു രൂപി കൊറേ നാളായാലോ നമ്മൾ കണ്ടിട്ട്. പിന്നെ നല്ല പെടക്കണ മീനുണ്ട്. എന്നിട്ട് ഇത് പെടക്കുന്നില്ലല്ലോ കാതർക്ക. ഇജ്ജ് നോക്കടാ പെടക്കണത് കണ്ട. ആ, ഇപ്പൊ കാണുന്നുണ്ട്. എനിക്ക് അയില മതി. ഇതെന്താ കതർക്ക, ഈ മീൻ എനിക്ക് വേണം. ഇത് കാണായ്യോ, എടുത്തോ. അലർക്കം വണ്ടി തിരുത്തണോ ഡ്രൈവറെ? ആ, പോട്ടെ വണ്ടി എടുക്കണോ. ഓനെ വിച്ചു, നീങ്ങി നിൽക്കുക, ബസ് പാഞ്ഞ വരുന്നേ. എന്തൊരു പോക്കാ ദുഷ്ടന്മാര്, ഇടിച്ചിട്ടല്ലോ ദൈവമേ, എന്റെ നടു പോയി. ഓ, അവന്മാരെ എന്റെ കൈ കിട്ടാൻ ഞാൻ കൊത്തി എറിയോ. മോനെ വിച്ചു, ഒരിക്കലും വെറുതെ വിടരുത്. എണീക്ക് പോയി ചേസ് ചെയ്ത് പിടിക്ക്. ആ ഡ്രൈവറുകൾ കൊണ്ടാ അവനെ ഞാൻ ഞെക്കി കൊല്ലും. ബിജു പതുക്കെ പോ, ആ ബസ് ഭയങ്കര സ്പീഡിലായിരുന്നേ. അങ്ങനെ വിട്ടാ പറ്റില്ല, വേഗം വിടു റൂബി. ഓവരെ ചേസ് ചെയ്ത് പിടിക്കണം. അങ്ങനെ എത്തി. ഈ ബസിന്റെ ഡ്രൈവർ എവിടെ ഉണ്ടാവും? ഞാൻ എവിടെ ഉണ്ട് മോനെ? ഞാൻ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് സ്പീഡിൽ വന്നത് ആയിരുന്നോ? ഇതെനിക്ക് മനസ്സിലായില്ല റൂബി. സാരില്ല ബിജു, ഇത് കാതർക്കാട് മോള് ഫാത്തിമയാ. നമുക്ക് കാതർക്കാട് പോയി പറയാം. നന്ദി ഡ്രൈവർ അങ്കിൾ. ഫാത്തിമയുടെ ജീവൻ രക്ഷിച്ചെങ്കിൽ താങ്കളെ ദൈവം രക്ഷിക്കട്ടെ. നന്നായി വാ.